ഓക്കെ, ഒരു ക്യാഷ് ബുക്കിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. തിയറിയാണ് ഈ നട്ടപ്പാതിരക്ക് എന്നിട്ട് പറയുന്നില്ല. വോയിസ് കേൾക്കുന്ന ഒന്ന് കമന്റ് ചെയ്യട്ടോ, കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാം, ഒരു ആൻസർ ചെയ്യാം. വേറെ പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് എടുക്കാം. ടൈമിന്റെ സാഹചര്യം പോലെ ചെയ്യാം. ഓക്കെ, നോക്കാം. ഡാറ്റ വന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് information obtained from the books of Maruti Limited, prepare a cash budget for the quarter ending 30th June 2021. Okay, quarter ending 30th June എന്ന് പറയുമ്പം ഏപ്രിൽ അല്ലെ, ഏപ്രിൽ ക്വാർട്ടർ അല്ലെ, മെയ് ജൂൺ, ഇതാണ് ക്വാർട്ടർ. ഇതിനുള്ള ബജറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത്, ക്വാർട്ടറിനുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്. ജാനുവരി ഡാറ്റ ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്. സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ സെയിൽസ് ഇൻകം ആണ്. ഇത് മൂന്നും എക്സ്പെൻസസിന്റെ കോളത്തിൽ, മീൻസ് റെസിപ്റ്റിന്റെ കോളത്തിൽ ഇത് പേയ്മെന്റ് കോളത്തിൽ പോകാനുള്ളതാണ്, മനസ്സിലാക്കുക. ഒന്ന് ഇവിടെ റെസിപ്റ്റ് കോളത്തിൽ ഒന്ന് വന്നിട്ടുണ്ട്, ഇത് റെസിപ്റ്റിൽ ഒന്ന് വന്നു. റെസിപ്റ്റിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് ബാലൻസ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഏതായാലും ഉണ്ട്. എക്സ്പെൻസിൽ 3 കാര്യം വന്നിട്ടുണ്ട്, മനസ്സിലാക്കാം. ഇനി അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻ മെയ് 4000. മെയ് മാസത്തിൽ ഇൻകം ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, 4000 പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തൊരു പേയ്മെന്റിനുള്ള സാധ്യത വന്നു. ഓക്കെ, പർച്ചേസ് പ്ലാന്റ് ഇൻ ഏപ്രിൽ 10,000. അപ്പൊ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്, അടുത്തൊരു പേയ്മെന്റ് ആണ്. റെന്റ് 300 പേയബിൾ ഈച്ച് മന്ത്, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്പെൻസസ്. റെന്റ് പേ ചെയ്യാനുള്ളത് എക്സ്പെൻസസിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, പിന്നെ 10% ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആർ ക്യാഷ് ഇൻ ക്യാഷ് ടേംസ്. പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും ഓരോ 10% എന്താണ്, ക്യാഷിനാണ്. പർച്ചേസ് എടുക്കുക 10% ക്യാഷ് ആണെന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ തന്നെ നടന്നു. പർച്ചേസും അതുപോലെ തന്നെ 10% ക്യാഷിനാണ് നടത്തും. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് ആർ പെയ്ഡ് ആഫ്റ്റർ 1 month. ക്രെഡിറ്റ് പർച്ചേസസ് പേ ചെയ്യുന്ന 1 month കഴിഞ്ഞിട്ടാണ്. അപ്പൊ ബാക്കി 90% പർച്ചേസ് എന്താണ്, ക്രെഡിറ്റ് ആണ്, അത് 1 month കഴിഞ്ഞിട്ടാ. ക്രെഡിറ്റ് സെയിൽസ് ആർ കളക്റ്റഡ് ആഫ്റ്റർ 2 month. ക്രെഡിറ്റ് സെയിലോ 2 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ ഉദാഹരണം, 1,00,000 രൂപ സെയിൽസോ അല്ലെങ്കിൽ പർച്ചേസോ ഉണ്ടെന്ന് കരുതുക. സെയിൽസ് കരുതുക ആദ്യം, അതിലെ 10%. ഇപ്പൊ ജനുവരി മാസത്തിൽ, ജനുവരി ആക്കണ്ട, ഏപ്രിൽ ആയിക്കോട്ടെ, ഏപ്രിൽ മാസത്തിൽ സെയിൽസ് 1,00,000 ഉണ്ടെങ്കിൽ അതിൽ 10,000 രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ എന്ത് ചെയ്തു, ക്യാഷ് സെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി 90,000 രൂപ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ മാസത്തിലാണ് കിട്ടുക. അതാണ് പറഞ്ഞു വരുന്നത്. പർച്ചേസ് ആണെങ്കിൽ 1 മാസമേ ഉള്ളൂ. പിന്നെ ടൈം ലാഗ് ഇൻ വേജസ് ആൻഡ് എക്സ്പെൻസസ് എത്ര, 1/2 മാസമാണ്. വേജസിന്റെ കാര്യത്തിൽ 1 മാസമല്ല, ടൈം ലാഗ് പറഞ്ഞാൽ വേജസും എക്സ്പെൻസും 1/2 മാസം പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ്. 1/2 മാസം ആണ് വേജസിന് ടൈം ലാഗ് കൊടുക്കുക. അതെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് കേൾക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓപ്പണിംഗിൽ എത്ര ഉണ്ട്, 13,000 ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഈ പോയിന്റ് അല്ലാതെ ഇത് വേജസും എക്സ്പെൻസസും 1/2 മാസത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1/2 മാസത്തേക്കാണ് എന്ത് ചെയ്യുക, ടൈം ലാഗ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ബാക്കി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. റെക്കോർഡിംഗ് അവൈലബിൾ അല്ലേ? ആണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലാ കാണിക്കുന്നത്, ഏത് എക്സൽ ഒന്നും എടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. മാരുതി ലിമിറ്റഡ് ക്യാഷ് ബജറ്റ് തന്നിട്ടുണ്ട് ഫോർ ദ ക്വാർട്ടർ എൻഡഡ് 30th June. റെസിപ്റ്റുകൾ ഏതൊക്കെയാ നോക്കുക. റെസിപ്റ്റ് സൈഡിൽ ഒന്നാമത് ഒരു കാര്യം വേണം, ഓപ്പണിംഗ് ഏതായാലും വേണം. പിന്നെ സെയിൽസിൽ ക്യാഷ് സെയിലും വേണം. അതുപോലെ തന്നെ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സും വേണം. വേറൊന്നും ഇല്ലല്ലോ, വേറൊന്നുമില്ല. അപ്പം നോക്കാം, റെസിപ്റ്റ്സിന്റെ കോളം കൊടുത്തു, ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു, ക്യാഷ് സെയിൽ കൊടുത്തു, ഡെറ്റേഴ്സ് കൊടുത്തു. അതിന്റെ ടോട്ടൽ നമുക്ക് വേണം. ഇനി പേയ്മെന്റിൽ നോക്കാം. പേയ്മെന്റിൽ പർച്ചേസസിന് പേയ്മെന്റ് വേണം. പർച്ചേസിന് 2 പേയ്മെന്റ് വേണം. ഒന്ന് എന്താ, ക്യാഷ് പർച്ചേസ്, മറ്റൊന്ന് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. അപ്പൊ 1, 2. വേജസിന്റെ കാര്യം, എക്സ്പെൻസിന്റെ കാര്യം
ഉണ്ട്. അപ്പം 3 4 ഓക്കെ. ഇനി ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ വരണം. നോക്കുക, ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റേഴ്സ് 2, റെന്റ് 3, 4, 5, 6, 7 7 വന്നില്ലേ? അപ്പൊ 7 ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. ഈ പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ഓക്കെ, അതായത് നമ്മൾ ഇതൊരു പ്ലാനിലാണല്ലോ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതേണ്ടതെന്ന് തീരുമാനിക്കുക. അതിനാദ്യം നമുക്ക് റെസിപ്റ്റ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. റെസിപ്റ്റ് എന്താ? സെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള റെസിപ്റ്റേ നമുക്കുള്ളൂ. പക്ഷെ ആദ്യം നമ്മൾ ഏതൊരു ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കണമെങ്കിലും അതിന്റെ ഓപ്പണിംഗ് ക്യാഷ് എന്ത് ചെയ്യണം? ആദ്യം കൊടുക്കണം റെസിപ്റ്റ്സ് സൈഡില്. പിന്നെന്താ ഉള്ളത്? ക്യാഷ് സെയിലും ഉണ്ട്, അതുപോലെ തന്നെ ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ഷനും ഉണ്ട്. ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്നുള്ള കളക്ഷനും ഉണ്ട്. ഇതാണ് നമുക്കുള്ള റെസിപ്റ്റുകൾ, ക്യാഷ് ആയിട്ട് ബിസിനസ്സിൽ വരുന്ന എമൗണ്ടുകൾ. അപ്പൊ ഇത് നമ്മൾ ആദ്യം നമ്മുടെ ഈ കോളത്തിൽ എഴുതുക. ഇനി പേയ്മെന്റിന്റെ സൈഡിൽ എഴുതണമെങ്കിൽ പർച്ചേസ് ഒന്നാണ്. പർച്ചേസ് 2 രീതിയിൽ നമ്മൾ അതിന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാങ്ങുമ്പോൾ തന്നെ ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യണം? 1 മാസം കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കണം, അതും വരുന്നുണ്ട്. വേജസ്, എക്സ്പെൻസ്, ഇപ്പൊ ഇത് 1 ഇത് 2, ഇത് 3, എക്സ്പെൻസും പേ ചെയ്യണ്ടേ? 4. ഓക്കെ. ഇനി അത് പുറമെ ഇൻകം ടാക്സിന്റെ അഡ്വാൻസ് ടാക്സ് കൊടുക്കണം, അത് 5. പിന്നെ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്, ഇത് 6. പേയ്മെന്റ് കൊടുക്കണ്ടേ? പിന്നെ റെന്റ് ഉണ്ട്, 7. ഇത്രയും എക്സ്പെൻസസ് ആണുള്ളത്. അതൊക്കെ പേയ്മെന്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇത്രയും ഐറ്റംസ് റെസിപ്റ്റിൽ വരും. പേയ്മെന്റിൽ ഇതാ ക്യാഷ് പർച്ചേസ് വേണം, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് വേണം, റെന്റ് വേണം, പ്ലാന്റിന്റെ പർച്ചേസ് വേണം, വേജസ് വേണം, എക്സ്പെൻസ് വേണം, അഡ്വാൻസ് ടാക്സ് വേണം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ടോട്ടൽ ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് വേണം. ഓക്കെ ആണോ അല്ലേ? കമന്റ് ചെയ്യാം. എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ചെയ്ത് തുടങ്ങാം. ഓപ്പണിംഗ് ബാലൻസ് 13,000 രൂപ ഉണ്ട്. 13,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇത് നമുക്ക് അറിയൂല, അത് നമ്മൾ എത്തുന്നേ ഉള്ളൂ. ഓപ്പണിംഗ് ബാലൻസ് 13,000 ഉണ്ട്, അത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാഷ് സെയിൽ നോക്കാം. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. ക്യാഷ് സെയിൽ എത്ര വരിക? ഇതിന്റെ 10%. അപ്പൊ 90,000ന്റെ 10% 9,000 രൂപ വരും. ഇതിന്റെ 10% 8,500 വരും. ഇതിന്റെ 10% 8,000 വരും. ഓക്കെ ആണോ? അത് എവിടുന്ന് കിട്ടിയേ? 10% ഓഫ് പർച്ചേസസ് ആൻഡ് സെയിൽസ് ആർ ഇൻ ക്യാഷ് ടേംസ്. അപ്പൊ പർച്ചേസിന്റെ പറയുന്നിട്ട് നമ്മൾ ആദ്യം സെയിൽസ് എടുക്കുന്നത്. സെയിൽസിന്റെ 10% ക്യാഷ് ആണ്. അപ്പൊ ബാക്കി 90% എന്താ? കടത്തിനാണ്. അതെപ്പോഴാ കിട്ടുക? 2 മാസം കഴിഞ്ഞിട്ടാ കിട്ടുക. അപ്പൊ നമ്മള് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഏപ്രിലിൽ 9,000, മെയ്യിൽ 8,500, ജൂണിൽ 8,000. അത് നമ്മൾ ഇവിടെ അതുപോലെ കൊടുത്തു. ഇതാ കണ്ടോ? 9,000, 8,500, 8,000. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് എങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക. സെയിൽസിന്റെ കാര്യം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നോക്കാം. ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ട കാര്യം ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ് പെയ്ഡ് ആഫ്റ്റർ 1 മന്തും ക്രെഡിറ്റ് സെയിൽ കളക്ട് ചെയ്യുന്നത് ആഫ്റ്റർ 2 മന്തുമാണ്. അപ്പൊ ഏപ്രിലിൽ ഏതാണ് കളക്ട് ചെയ്യുക? ഏപ്രിലിൽ കളക്ട് ചെയ്യുക ഫെബ്രുവരിത്തതാണ്. മനസ്സിലാക്കുക. കാരണം എന്താ? ഫെബ്രുവരിയിലുള്ള ഈ ക്രെഡിറ്റ് സെയിലിന്റെ ബാലൻസ് അടുത്ത മാസം കഴിഞ്ഞിട്ടുള്ള 2-ാം മാസമേ കളക്ട് ചെയ്യുള്ളൂ. അപ്പൊ നോക്കുക, 80,000 രൂപ. ശ്രദ്ധിക്കുക, ഈ ഫെബ്രുവരിയിലുള്ള 80,000 ആ മാസം ഇതിന്റെ എന്ത് നടന്നിട്ടുണ്ട്? ക്യാഷ് സെയിൽ നടന്നിട്ടുണ്ട്. അതെത്ര? അതിന്റെ 10%. ബാക്കി 72,000 എന്നാ കിട്ടുക? ഫെബ്രുവരിത്തത് എന്നാ കിട്ടുക? ഏപ്രിലാ കിട്ടുക. അതുകൊണ്ട് ഇവിടെ ആദ്യം ഏപ്രിലിൽ 72,000 എഴുതണം. ഇനി നമുക്ക് നോക്കാം മെയ്യിൽ എന്ത് എഴുതണം. മെയ്ത്തെ 2 മാസം മുമ്പത്തെ എടുക്കുക. അത് ഇവിടെ 80,000 തന്നെ. 80,000 ആയതുകൊണ്ട് സുഖമാണ്. എന്താ ചെയ്യണ്ടേ? 80,000 ആയതുകൊണ്ട് ഇതേ കാൽക്കുലേഷൻ തന്നെ വീണ്ടും വരും, 72,000 വരും. ഇനി ജൂണിൽ ഏതാ എഴുതുക? ജൂണിന്റെ 2 മാസം മുമ്പുള്ള 90,000. 90,000 നോക്കുക. 90,000 ആണ് ടോട്ടൽ സെയിൽസ്. അതിൽ 10% ആ മാസം തന്നെ കിട്ടിയിട്ടുണ്ട്. ബാലൻസ് എത്ര ഉണ്ട്? 81,000 ഉണ്ട്. അപ്പൊ നമുക്ക് ഏപ്രിലിൽ എത്ര എഴുതണം? ഏപ്രിലിൽ 72 എഴുതണം, മെയ്യിലും 72 എഴുതണം, ജൂണിൽ 81,000 എഴുതണം. അങ്ങനെ എഴുതിയിട്ടുണ്ടോ നോക്കുക. ഇതാ കണ്ടോ? 72, 81.
അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കാൽക്കുലേഷൻ മനസ്സിലായണോ ഇല്ലേന്ന് ഒന്ന് കമന്റ് ചെയ്യും. എങ്ങനെ ഇത് ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്ന് കമന്റ് ചെയ്യും. എല്ലാരും കമന്റ് ചെയ്യും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം എങ്ങനെ ഈ 72 വന്നു എന്നുള്ളത്. എല്ലാവർക്കും ഓക്കെ ആണോ 72 വന്നത്? യെസ്. അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പോവാണ് കേട്ടോ, മുന്നോട്ട് പോവാണ്. ഓക്കെ, 72 വന്നു. കാരണം ഈ 2 മാസത്തിൽ 80 ഇവിടെ 2 മാസം 80 അടുപ്പിച്ചുള്ളത്. ഏപ്രിലിൽ നമ്മൾ എഴുതുന്നത് അതിന്റെ 2 മാസത്തിന് മുമ്പുള്ളതിന്റെ 90%. മെയിൽ ഏതാ എഴുതുന്നത്? അതിന്റെ 2 മാസം മുമ്പുള്ള 90%. ഇത് 2 80 കാൽക്കുലേഷൻ സിമ്പിൾ ആയി. ഇനി ജൂണിൽ ഏതായത്? അതിന്റെ 2 മാസം മുമ്പുള്ള 90,000ത്തിന്റെ 90%. അതായത് 10% കുറച്ചാൽ ബാക്കി 90% ഉണ്ടാവും. അതാണ് ഇത്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ടോട്ടൽ ചെയ്യും. കാരണം ഇവിടെ നമുക്ക് എന്തുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. എവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്? ഈ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. 9,000 72 കൂട്ടുമ്പോൾ 94,000 വരും. എത്ര വരും? 94,000 വരും. ഈ 94,000 അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമ്മൾ ഇവിടെ കാണിക്കും. ഇനി പേയ്മെന്റ്സ് വരിക. പേയ്മെന്റ്സിൽ നമുക്ക് നോക്കുക. ആദ്യം എന്താണ്? പർച്ചേസ് ആണ്. പർച്ചേസിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യാഷ് പർച്ചേസ് എന്ന് പറയുന്നത് എത്രയാണോ അതത് മാസങ്ങളിലെ പർച്ചേസ് അതിന്റെ 10% ക്യാഷ് പർച്ചേസ് ആണ്. ബാക്കി 90% എന്താണ്? മറ്റു രീതിയിലാണ്. നോക്കാം. 50,000 എത്ര 10%? 5,000 ആണ്. 45,000 എത്ര? 4,500 ആണ്. 35,000 എത്ര? 3,500 ആണ്. അപ്പൊ ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 5,000, 4,500, 3,500 കൊടുത്തു. ഓക്കെ, ഇനി പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് നല്ല പോലെ ഓർക്കുക. ബാക്കി 90% ഉണ്ടല്ലോ, 10% കഴിഞ്ഞിട്ടുള്ള ബാക്കി 90%. ക്രെഡിറ്റ് പർച്ചേസസ് ആർ പെയ്ഡ് 1 month. ഇവിടെ 2 month ആയിരുന്നെങ്കിൽ ഇവിടെ 1 month ആണ്. അപ്പൊ നോക്കുക, ഏപ്രിലുള്ള ക്രെഡിറ്റ് സെയിൽ പർച്ചേസിന്റെ 1 മാസം മുന്നത്തെ ഏപ്രിൽ മാസത്തെ നമുക്ക് ക്രെഡിറ്റ് കളക്ഷൻ പേയ്മെന്റ് എങ്ങനെ ചെയ്തിട്ടുണ്ട്? അതിന്റെ നേരെ 1 മാസം മുൻപുള്ള എമൗണ്ട് എടുക്കുക. അതിന്റെ എത്ര ശതമാനം? അതിന്റെ 90% കാണാം. നോക്കുക, 42,000 ആണ് നമ്മുടെ എമൗണ്ട്. അതിന് 10% കുറച്ചാൽ 4,200 നമ്മൾ എന്ത് ചെയ്യും? കുറക്കും. എത്ര കുറക്കും? 4,200 കുറക്കും. 4,200 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ടാവുക? 37,800 ആയിരിക്കും ഉണ്ടാവുക അല്ലെ? 37,800. ആ 37,800 ആണോ ഇവിടെ വന്നത്? നോക്കൂ, കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടോ നോക്കുക. അടുത്തതും ഞാൻ അതേപോലെ പറയുന്നുണ്ട്. ഇനി മെയ് മാസത്തെ നമുക്ക് എഴുതണമെങ്കിൽ അതിന്റെ മുൻപുള്ള മാസം എടുക്കുക. എത്ര? ഏപ്രിലാണ്. ഏപ്രിലിൽ വരുന്ന എമൗണ്ട് എത്ര? 50,000 രൂപയാണ്. ഈ 50,000 രൂപയിൽ നിന്നും അതിന്റെ 10% 5,000 കുറയ്ക്കുക. ബാലൻസ് എത്ര? 45,000. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയ് മാസത്തിൽ സെറ്റിൽ ചെയ്യേണ്ടത്. അതായത് മെയ് മാസത്തിൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത് ഏപ്രിൽ മാസത്തിന്റെ 90%. അപ്പൊ ഇവിടെ 45,000 വന്നിട്ടുണ്ടോ നോക്കുക. 45,000 വന്നിട്ടുണ്ട്. ഓക്കെ ആണ്. ഇനി അടുത്ത നോക്കുക, നമ്മൾ ജൂൺ മാസത്തിൽ ഏതാ സെറ്റിൽ ചെയ്യുക? ഈ സംഖ്യയുടെ, അതായത് അതിന്റെ മുൻപത്തെ മാസം എത്ര? 45,000. ഈ 45,000ത്തിന്റെ 10% കുറച്ചിട്ടുള്ള 4,500 എടുക്കുക. 4,500 കുറച്ച് എത്ര വരും? 40,500 വരും. 40,500 വരും. ആ 40,500 ഇവിടെ ഉണ്ടോ നോക്കൂ. 40,500 ഇവിടെ ഉണ്ട്. കാൽക്കുലേഷൻ ഓക്കെ ആണോ അല്ലേ? കമന്റ് ചെയ്യാം. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. യെസ്, ഓക്കെ. ഇനി അടുത്ത എന്താണ് പേയ്മെന്റ് നോക്കാം. അടുത്തത് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓർഡറിലേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻകം ടാക്സ് തന്നെ എടുക്കുകയാണ്. ഇൻകം ടാക്സ് എന്താണ്? അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് മെയ് മാസം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. എനിക്ക് ആ ഓർഡർ പോയാൽ ക്ലാസ് പിന്നെ നമ്മൾ എഴുതാനുള്ളത് മറന്നു പോകും. ഓക്കെ, റെന്റ് ആണ് ഇവരെടുത്തത്. നമ്മൾ എന്ത് ചെയ്യാണ്? മെയ് മാസം പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് മെയ് മാസം മാത്രം എഴുതിയാൽ മതി. വേറെ ഒന്നും എഴുതണ്ട. അഡ്വാൻസ് ടാക്സ് തെറ്റാണ്. നമ്മൾ കാൽക്കുലേഷൻ ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? പേയ്മെന്റ് ടു ക്രെഡിറ്റ് ക്യാഷ് പർച്ചേസും പേയ്മെന്റും കൊടുത്തു, അഡ്വാൻസ് ടാക്സ് കൊടുത്തു. അഡ്വാൻസ് ടാക്സ് ഏതാ? മെയ് മാസമാണ്. ആ മെയ് മാസത്തേക്ക് എമൗണ്ട് എഴുതി വെച്ചാൽ മതി. ബാക്കി നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. ഓക്കെ. അടുത്തത് എടുക്കുക. പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്ന ഏപ്രിൽ മാസത്തിൽ ഒരു 10,000 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ട്രാൻസാക്ഷൻ അത് തന്നെ എടുക്കുക. പ്ലാന്റ് ഇവിടെ. പർച്ചേസ് ഓഫ് പ്ലാന്റ് ഏത് മാസം മാത്രമേ ഉള്ളൂ?
ഈ മാസം മാത്രമേ ഉള്ളൂ. ഈ എടുത്തത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. ടൈപ്പ് ചെയ്യല്ല, ഞാൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ, ബാക്കിയുള്ളതിലേക്ക് നമ്മൾ വരും. ഇതൊക്കെ കഴിഞ്ഞതാട്ടോ, ഇതൊക്കെ കഴിഞ്ഞതാണ്. ഓക്കെ, പർച്ചേസ് ഓഫ് പ്ലാന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞു വരുന്നത് റെന്റ് ഓരോ മാസം 300 രൂപ എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്. അത് എക്സ്പെൻസസ്, ഈ എക്സ്പെൻസസിൽ അത് ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പൊ ആ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കൊടുക്കുന്ന റെന്റ് 300, ഓരോ മാസം 300 കൊടുക്കുക. ഓരോ മാസം എന്ത് ചെയ്യുക, 300 കൊടുക്കുക. ഇനി അടുത്ത ഐറ്റംസ് എടുക്കുക, വേജസ്. വേജസ് അതന്നല്ലേ ഉള്ളൂ. വേജസ് അരമാസ ചെയ്യുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കാൽക്കുലേഷൻ താഴെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, വേജസ് മാർച്ച് മാസത്തിൽ വേജസ് കൊടുക്കുക. മാർച്ചത്തെ വേജസും അതുപോലെ തന്നെ ഏപ്രിലത്തെ വേജസും ഫെബ്രുവരിത്തെ വേജസും ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. നമുക്ക് നോക്കാം. വേജസിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ എത്രയുള്ളത്, നമ്മൾ മാർച്ച് മാസം എടുക്കുക. ഹാഫ് മന്ത് അല്ലേ നമുക്ക് കിട്ടുന്നത്. ഹാഫ് മന്ത് അല്ലേ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഏപ്രിലിൽ എങ്ങനെയായിരിക്കും കാൽക്കുലേഷൻ നോക്കാം. ഏപ്രിൽ മാസത്തെ വേജസ് കൊടുക്കൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏപ്രിലില് നമ്മൾ ഓൾറെഡി മാർച്ചിലെ പകുതി കൊടുക്കാണ്ട്, കാരണം ഹാഫ് മന്തിലല്ലേ കൊടുക്കുന്നത്. അപ്പൊ മാർച്ച് 1 മുതൽ 30 വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം ലാഗ് ഇട്ടിട്ട് മാർച്ച് 30-ാം തീയതി കൊടുക്കുക ഏതായിരിക്കും, 31-ാം തീയതി കൊടുക്കുക ഏതായിരിക്കും, മാർച്ച് 1 മുതൽ 15 വരെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, മാർച്ചിലാണ് ആദ്യത്തെ സെറ്റിൽമെന്റ് എടുക്കുക. മാർച്ചത്തെ പകുതിയായിട്ടുള്ള ഈ 11,000 ഇവിടെ സെറ്റിൽ ചെയ്യും. അതേപോലെ തന്നെ ഏപ്രിൽ 15-ന് നമ്മൾ എന്ത് ചെയ്യും, ഏപ്രിലുള്ള എമൗണ്ട് ഏപ്രിൽ ലാസ്റ്റിൽ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. ആ സെറ്റിൽ ചെയ്യുന്ന എത്രയുണ്ട്, ഏപ്രിലത്തെ സംഖ്യ 22,000-ന്റെ ബാലൻസ് എത്ര, 22,000 11,000 ആണ്. 24,000-ന്റെ പകുതി എത്ര, 12,000. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും, 23,000 വരും. ആ 23,000 ആണോ ഇവിടെ ഉള്ളത്, നോക്കൂ. 23,000 ആണ് ഇവിടെ ഉള്ളത്. നോക്കുക, ഒന്നും കൂടെ പറയാം എന്താ ചെയ്തത്. ഹാഫ് മന്ത് അല്ലേ എടുക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക, ടൈം ലാഗ് ഇൻ വേജസ് ആൻഡ് എക്സ്പെൻസസ് അരമാസം എന്നാ പറഞ്ഞത്. അരമാസം നമ്മൾ ടൈം ലാഗ് ചെയ്യും. ഓക്കെ, അപ്പൊ അരമാസം ലാഗ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി, പകുതി, ഒരു മാസത്തിന്റെ പകുതി സംഖ്യ ആ മാസം കൊടുക്കുള്ളൂ, ബാക്കി സംഖ്യ അടുത്ത മാസത്തേക്ക് പോകും. അപ്പം ഏപ്രിലിൽ നമ്മൾ എന്താ കൊടുക്കുക, ഏപ്രിലത്തെ പകുതിയും കൊടുക്കും, മാർച്ച് മാസത്തിന്റെ പകുതിയും കൊടുക്കും. ഇനി മെയ് മാസം എന്ത് കൊടുക്കും, മെയ് മാസത്തിന്റെ പകുതിയും കൊടുക്കും, ഏപ്രിലിൽ നമ്മൾ കൊടുക്കാൻ വെച്ച ബാലൻസും കൊടുക്കും. ഇനി ജൂൺ മാസം എന്ത് കൊടുക്കും, ജൂണിന്റെ പകുതിയും കൊടുക്കും, ഈ മെയ് മാസത്തിന്റെ പകുതിയും കൊടുക്കും. അപ്പൊ എങ്ങനെ വരും നോക്കാം. ഏപ്രിൽ ആദ്യം നമ്മൾ മാർച്ച് മാസം എടുക്കാണ്, ഏപ്രിൽ മാസമാണ് നമുക്കുള്ളത്. അപ്പൊ ഏപ്രിൽ എന്ത് ചെയ്യും, ഏപ്രിലിലെ വേജ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വേജ് ഓൺ ഏപ്രിൽ. ഓക്കെ, എങ്ങനെ വരും, ആദ്യം നമ്മൾ മാർച്ചിലെ ഹാഫ് എത്ര, 11,000. ഓക്കെ, ഏപ്രിൽ ഹാഫ് എത്ര, 24,000-ന്റെ പകുതി 12,000. അങ്ങനെ മാർച്ച് മാസത്തെ ഏപ്രിൽ മാസത്തേക്ക് നമുക്ക് എഴുതാനുള്ള വേജസ് ഫോർ ഏപ്രിലിന് കേട്ടോ, ഏപ്രിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 23,000. ഇതേ പണിയാണ് ഇനി ഞാൻ ഇവിടെ വേജസ് ഫോർ എന്താണ്, മെയ് എഴുതാണ്. മെയ് എഴുതണമെങ്കിൽ ആദ്യം അതിന്റെ മുന്നത്തെ മാസത്തെ പകുതി എത്ര, 12,000 ഉണ്ട്, അതെടുത്തു. അതിന് പുറമെ ആ മാസം മെയ് മാസത്തിന്റെ പകുതി എത്ര, 10,000. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര, 22,000. 22,000 തന്നെയല്ലേ ഇവിടെ വന്നത്, നോക്കൂ, 22,000 തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നോക്കാം അടുത്ത ഏതാ. ഇനി നമുക്ക് എന്താണ്, ജൂണിൽ എത്ര എഴുതണം എന്നുള്ളതാ. ജൂണിന്റെ മുന്നത്തെ മെയ് മാസം എത്ര ഉണ്ടായിരുന്നു, അതിന്റെ പകുതി എത്ര, ഹാഫ് മന്ത് ലാഗ് അല്ലേ, അപ്പൊ 10,000 അവിടെ. ഇനി ഇവിടുത്തെ പകുതി ഇവിടെ തന്നെ കൊടുക്കണം, അടുത്ത മാസത്തേക്ക് ഇതിന്റെ ബാക്കി പോകും, അപ്പൊ 9,000. അപ്പൊ എത്ര വരും, 19,000 വരും. അതായിരിക്കും ജൂണിൽ 19,000 ആയിരിക്കും ഉണ്ടാവുക. ഇതാ, ഓക്കെ, റെഡി അല്ലേ. ഇതേ പണി തന്നെയാണ് എക്സ്പെൻസസിനും ചെയ്യാനുള്ളത്, കാരണം രണ്ടിനും ഒരേപോലെ. അപ്പൊ ഈ എക്സ്പെൻസസിന്റെ ഞാൻ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാണ്. രണ്ടും കൂടെ പറഞ്ഞതിന് ശേഷം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ തീർക്കാം. ആദ്യം എക്സ്പെൻസസിന്റെ ഞാൻ റെഡി ആക്കുന്നുണ്ട്. എക്സ്പെൻസസ് നോക്കാം. എക്സ്പെൻസസ് ഏപ്രിൽ മാസത്തിൽ നമുക്ക് എഴുതണ്ടേ, ഏപ്രിൽ മാസത്തിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം മാർച്ചിലെ പകുതി എത്ര, മാർച്ചിൽ 6,000 ആണുള്ളത്, അതിന്റെ പകുതി 3,000. ഓക്കെ, ഇനി ഏപ്രിലിന്റെ പകുതി എത്ര, 3,500. അപ്പൊ 6,500 വരും.
6,500 ഇവിടെ വന്നിട്ടുണ്ടോ നോക്കൂ. എക്സ്പെൻസസിന് 6,500 വന്നിട്ടുണ്ടോ നോക്കൂ. 6,500 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏപ്രിൽ കഴിഞ്ഞു. ഇനി മെയ് മാസത്തേക്ക് പോവാ. മെയ് മാസത്തേക്ക് പോകുമ്പോ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മെയ് മാസം നമ്മൾ എന്ത് ചെയ്യണം? മെയ് മാസത്തെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ? ഏപ്രിലത്തെ പകുതി എടുക്കുക. എത്ര? 3,500. ഇനി മെയ് മാസത്തെ പകുതി എത്ര? 3,000. 6,000ന്റെ പകുതി 3,000 അല്ലേ? അവിടെ 6,500 തന്നെ വരിക. ഇതവിടെ 6,500 രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നോക്കുക, നമ്മൾ ജൂൺ മാസത്തെ ചെയ്യുന്നത്. ജൂൺ മാസത്തെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയ് മാസത്തെ പകുതി എടുക്കണം. മെയ് മാസത്തെ പകുതി എത്ര? മെയ് മാസത്തെ പകുതി ഇത് 6,000ന്റെ പകുതി എത്ര? 3,000 പ്ലസ് ജൂണിലെ പകുതി എത്ര? 2,500. 5,000ന്റെ പകുതി 2,500. 2,500 അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 5,500 വരും. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ, 5,500. ഇപ്പൊ നമ്മൾ എല്ലാ കാൽക്കുലേഷനും ഇവിടെ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ ഇയറിൻ്റെതും എന്ത് ചെയ്യുക? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ ആണോങ്കിൽ ഓക്കെ എന്ന് കമന്റ് ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. ഓക്കെ ആണ്. അപ്പൊ ഇനി നോക്കുക, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഈ എക്സ്പെൻസസ് മൊത്തം ടോട്ടൽ ചെയ്തിട്ട് 82,600 വരും. 82,600 വന്നാല് ഈ 94,000 82,600 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 11,400 കിട്ടും. അത് ഇവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ സംഖ്യ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് വരണം? ഇവിടെ വരണം. ഇനി നമുക്ക് സിമ്പിളാ. 11,400ഉം 8,500 കൂടെ ആഡ് ചെയ്ത് 72,000 കൂടെ ആഡ് ചെയ്താൽ 91,900 വരും. അതവിടെ എഴുതി വെച്ചു. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അപ്പൊ 82,300 വരും. അപ്പൊ ഈ റെസിപ്റ്റ് ആയ 91,900 82,300 കുറച്ച് കഴിഞ്ഞാൽ 9,600 ബാലൻസ് വരും. അതാണ് ക്ലോസിംഗ് ബാലൻസ് ഇവിടുത്തെ. ഈ ക്ലോസിംഗ് ബാലൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എവിടെ എഴുതണം? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 98,600 വരും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ സംഖ്യകളും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 68,800 വരും. അപ്പൊ ഈ 98,600 നിന്നും ഇത്രയും സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 29,800 വരും. അതാണ് ക്ലോസിംഗ് ബാലൻസ്. ഇങ്ങനെയാണ് ചെയ്യുക. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തന്നു. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ചെയ്യല് മനസ്സിലായില്ലേ? ഓക്കെ അല്ലടാ? യെസ്. ഇതില് ആകെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ല പോലെ വായിക്കുക. വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് LKG കുട്ടി ചെയ്യുന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു 10ാം ക്ലാസ്സുകാരന് ബോധം വെച്ചിട്ട് അവന് മലയാളത്തിൽ ഇത് എഴുതി കൊടുത്തവൻ ചെയ്യും. ചില 10ാം ക്ലാസ്സുകാർ ഇംഗ്ലീഷിൽ തന്നെ എഴുതും. ഓക്കെ, അത്രയ്ക്കേ അതുള്ളൂ. പക്ഷെ നല്ല പോലെ ബോധത്തിൽ വായിക്കണം എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെയൊക്കെ നോട്ടുകളുണ്ട്. അതെങ്ങനെ ചെയ്തെന്നുള്ള നോട്ടുകളാണ്. 90% എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഇത് പർച്ചേസിന്റെ പറഞ്ഞു. ടൈം ലാഗ് ഇൻ പേയ്മെന്റ് വേജസ് ഹാഫ് മന്ത് ആയതുകൊണ്ട് തന്നെ ഹാഫ് മന്ത് ഓഫ് വേജസ് 22,000 11,000 ആൻഡ് ഏപ്രിൽ ഇത് കൂട്ടിയിട്ട് 12,000 കൂട്ടി 23,000 ആണ് എന്ത് ചെയ്യേണ്ടത്? വേണ്ടേ? വിൽ ബി പെയ്ഡ്. എവിടെ? ഏപ്രിലില്. പേയ്മെന്റ് ഓഫ് വേജസ് ഫോർ റിമൈനിങ് മന്ത് ക്യാൻ ബി കാൽക്കുലേറ്റ് സിമിലർ വേസിൽ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതും കൂടെ നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യും? അവസാനിപ്പിക്കും കേട്ടോ. അതോടുകൂടി നമ്മുടെ പ്രോബ്ലംസിന്റെ ഏരിയകളൊക്കെ തീരുകയാണ്. ഇനി ഒരു പ്രോസസ് കോസ്റ്റിംഗ് സർവീസ് കോസ്റ്റിംഗ് ഉണ്ട്. അതിന് മാത്രം ചെറിയൊരു പ്രോബ്ലം, അബ്സല്യൂട്ട് കിലോമീറ്റർ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതോടുകൂടെ ഈ കോസ്റ്റിംഗിലെ എല്ലാവിധ പ്രോബ്ലംസും നമ്മൾ ചെയ്ത് തീർക്കും. ഇനി എല്ലാം ചെയ്യാനുള്ളത് തിയറികളാണ്. അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കണം. ഓക്കെ. From the following information obtained from the books of Morningstar Limited, prepare a cash budget for 3 months. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 1st July 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വേണം. ദർ വാസ് എ ക്യാഷ് ബാലൻസ് 11,000 ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ട്? 11,000 ഉണ്ട് എന്ന് ആദ്യം തന്നെ തന്നു. എന്നിട്ട് നമുക്ക് തുടങ്ങേണ്ടത് ജൂലൈയിലാ തുടങ്ങേണ്ടത് കേട്ടോ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തെ കണക്ക് ഇതാ ചെയ്യേണ്ടത്. അപ്പൊ മെയ് മുതൽ തുടങ്ങിയ സ്ഥിതിക്ക് തന്നെ ഏതോ 2 മാസത്തെ കണക്കുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, ഓവർഹെഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് ബാലൻസ് റെസിപ്റ്റ് സൈഡിൽ ഇതാ 1, റെസിപ്റ്റിന് ഇത് 2, അധികം കളക്ഷൻ ഡെറ്റേഴ്സും കൂടെ ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെ ഒരു മൂന്നാമത്തത്. ഓക്കെ, നോക്കാം. ആൻഡ് ന്യൂ പ്ലാന്റ് കോസ്റ്റിംഗ് 50,000 ഈസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ആഗസ്റ്റ്. അതിൽ 20% പേയബിൾ ഓൺ ഡെലിവറി. 20% എപ്പം കൊടുക്കണം? ഡെലിവറി സമയത്ത് തന്നെ കൊടുക്കണം. ബാക്കി 80% എപ്പം കൊടുക്കണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കൂല. ഓക്കെ, ടാക്സ് അമൗണ്ടിങ് ടു 25,000 ഈസ് ടു ബി പെയ്ഡ് ഓൺ 1st സെപ്റ്റംബർ. സെപ്റ്റംബറിൽ കൊടുക്കണം. നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബറിൽ അപ്പോൾ കൊടുക്കണം. അപ്പൊ പേയ്മെന്റ് ഇതാ രണ്ടാമത്തെ ഇതാ വന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് അമൗണ്ടിങ് ടു 15,000 ഈസ് എക്സ്പെക്ടഡ് ഓൺ 1st സെപ്റ്റംബർ. ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിവിഡൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ഡിവിഡൻഡ്, ഇൻവെസ്റ്റ്മെന്റ് മേലെ ഡിവിഡൻഡ് നമുക്ക് റിസീവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഡിവിഡൻഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അവർ റെസിപ്റ്റ് ചെയ്യാനുള്ള പുതിയ ഒന്ന് വന്നിട്ടുണ്ട്. 50% ഓഫ് സെയിൽസ് ആർ ക്രെഡിറ്റ്. ദ പീരിയഡ് ഓഫ് ക്രെഡിറ്റ് ബീങ് 1 month. 50% ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി 50% അപ്പൊ എന്താണ്? വെറുതെ കൊടുത്തതാണോ? അതിന് നമ്മൾ എത്തിങ്ങാനൊന്നും നടത്തുന്നില്ലല്ലോ. അപ്പൊ എന്താണ്? 50% ക്യാഷ് ആണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, 50% ഓഫ് സെയിൽസ് എന്താണ്? ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി അപ്പൊ എന്താ? ക്യാഷിനാണ്. അതിന്റെ 1 month പീരീഡ് ആണ് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. പീരിയഡ് ഫോർ ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് ഈസ് 2 months. സപ്ലയേഴ്സ് 2 months വരുന്നുണ്ട് പറഞ്ഞാൽ അത് പർച്ചേസിന്റെ സപ്ലൈസ് ആവാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, 20% ഓഫ് ഓവർഹെഡ് ക്യാൻ ബി സെറ്റിൽഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദെയർ ഇൻസിഡൻസ്. 25% ഓഫ് ഓവർഹെഡ്സ്, 25% ഓഫ് ഓവർഹെഡ്സുകൾ ഉണ്ടല്ലോ, അതിന്റെ 25% എന്നാ സെറ്റിൽ ചെയ്യുന്നത്? നെക്സ്റ്റ് മന്ത്. അപ്പൊ ബാക്കി 75%, ബാക്കി 75% ആ സമയത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ കഴിയുമോ? കഴിയൂല. എന്നാൽ ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റാ. ഡെലിവറി സമയത്ത് 20% കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബാക്കി 80% എപ്പം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പറഞ്ഞ 25% എന്താണ്? നെക്സ്റ്റ് മന്താ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ബാക്കി ഇപ്പൊ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കി വർക്ക് തരുമോ എന്നുള്ള രീതിക്കാണ്. വേജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫോളോയിങ് മന്ത്. ഒരു മന്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫസ്റ്റ് വർക്കിംഗ് ഡേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. വേജസ് ഏപ്രിലിലെ വേജസ് അപ്പൊ എപ്പോഴാണ് കൊടുക്കുന്നത്? മെയ് 1-ാം തീയതി കൊടുക്കും. അത്രേ ഉള്ളൂ ആ പറഞ്ഞത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഡാറ്റ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഞാൻ റെസിപ്റ്റുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. റെസിപ്റ്റുകൾ ഞാൻ തീരുമാനിക്കുകയാണ്. ആദ്യം നമുക്ക് റെസിപ്റ്റിന്റെ കോളത്തിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം. അതിന് പുറമെ സെയിൽസ്, ഇത് 1-ാമത്തെ റെസിപ്റ്റ്. രണ്ടാമത്തെ ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. അപ്പൊ 2 and 3. ലാസ്റ്റ് ഇത് അവിടെ ഡിവിഡൻഡ് ഉണ്ട്. അപ്പൊ 4 റെസിപ്റ്റിന് 4 എണ്ണം വേണം. നോക്കിക്കോ, റെസിപ്റ്റിന് 4 എണ്ണം. 1, 2, 3, 4. റെഡി ആണോ? അല്ലേ? റെസിപ്റ്റ് 4 എണ്ണം എന്ന് പറഞ്ഞത് ഓക്കെ ആണോ? അല്ലേ? കമന്റ് ചെയ്തോളൂ. യെസ്, ഓക്കെ. ഓക്കെ, ഇനി പേയ്മെന്റ് എത്ര ഉണ്ട് നോക്കാം. പേയ്മെന്റ് നോക്കാം. പർച്ചേസസ് ഉണ്ട്. പർച്ചേസ് സ്വാഭാവികമായിട്ടും എന്താണ്? പർച്ചേസസ് എന്തുണ്ട്? ഒന്ന് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട് ഇല്ലേ? ഒരു 1 month പീരീഡ്, 2 month പീരീഡ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. വേജസിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? വേജസ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ, അപ്പൊ 1 മതി. ഇവിടെ 1 മതി. ഓവർഹെഡിന്റെ കാര്യത്തിൽ 2 പേയ്മെന്റ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ കൂട്ടി എഴുതിയാലും മതി. 2 എണ്ണം കൊടുക്കുക, അല്ലെങ്കിൽ ടോട്ടൽ കൂട്ടി എഴുതുക. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഓക്കെ, കഴിഞ്ഞ മാസത്തെ കൊടുക്കുക, ഈ മാസത്തെ കൊടുത്തിട്ട് ടോട്ടൽ കൂട്ടി ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 2. ഓക്കെ, കാരണം പേയ്മെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ഓഫ് ഓവർഹെഡ്, അങ്ങനെ ഒരു ടേം ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് 2 എണ്ണം എഴുതേണ്ട, 1 എഴുതിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ എത്ര ഇവിടെ? പർച്ചേസിന് 2 എണ്ണം വന്നു. ഇവിടെ 1, 3. ഇവിടെ ഒറ്റ 1 എടുത്താൽ മതി. 4, 5, 6. 6 എണ്ണാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നോക്കാം എത്ര എണ്ണം വന്നിട്ടുണ്ട് നോക്കാം. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് 1, 2, 3, 4, 5. 5 തന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സിന്റെ ഇതിൽ സെറ്റ് ചെയ്തേക്കാണ്. അല്ല, ക്യാഷ് പർച്ചേസ് ഇല്ല. ക്യാഷ് പർച്ചേസ് ഇല്ല. പർച്ചേസ് മൊത്തം എന്താണ്? ക്രെഡിറ്റിനാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് വന്നത്. പർച്ചേസിന് ഒന്നുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കുക. പർച്ചേസിന് ഒന്നുള്ളൂ. പർച്ചേസ് എന്താണ്? ക്രെഡിറ്റ് അലൗഡ്. പർച്ചേസിന്റെ ഇത്ര പെർസെന്റേജ് എന്നൊന്നും പറഞ്ഞിട്ടില്ല.
പർച്ചേസ് ഡയറക്റ്റ് 1 month ക്രെഡിറ്റ് പീരീഡ് ആണ്. സെയിൽസ് മാത്രമാണ് 50% ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം, ചെയ്തു തുടങ്ങാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ചെയ്യുക. പർച്ചേസിന് 2 ഒന്നേ ഉള്ളൂ. പർച്ചേസിന് ഒന്നുള്ളൂ, കാരണം ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ ഉള്ളൂ, ക്യാഷ് പർച്ചേസ് ഇല്ല. ഇവിടെ ഒന്ന് ഓവറായിട്ട് 2 രീതി പറയുന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 3 അതിനുശേഷം പ്ലാന്റ് വാങ്ങുന്നത് 4. ഓക്കെ, ടാക്സ് കൊടുക്കുന്നത് 5. ബാക്കി വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതാ ഇവിടെ 5 ഇതേപോലെ 5 ഇതാ കാണുന്നത്. ക്രെഡിറ്റേഴ്സ്, പ്ലാന്റ്, വേജസ്, ഓവർഹെഡ്, ടാക്സ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് വെച്ച് തുടങ്ങുന്നു. നമ്മുടെ ഹെഡിങ് കൊടുക്കുക, മോർണിംഗ് സ്റ്റാർ ലിമിറ്റഡ് ക്യാഷ് ബഡ്ജറ്റ് ഏത് മുതൽ ഏത് വരെ കൊടുക്കുക. ഫസ്റ്റ് റെസിപ്റ്റ് ആണ്. റെസിപ്റ്റിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് നമുക്കറിയാം എത്ര, 11,000. ക്വസ്റ്റ്യനിൽ എവിടെ തന്നു, ആദ്യം അവിടെ നോക്കുക 11,000. ഇനി നമുക്ക് റെസിപ്റ്റിൽ ഫസ്റ്റ് സെയിൽസ് ആണ്. സെയിൽസ് തന്നെ ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ 50% ആണ്. 50% ക്യാഷ് സെയിലും ബാക്കി 50% എന്താണ്, ക്രെഡിറ്റ് സെയിലും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് സെയിൽ തീരുമാനമാക്കാം. എവിടെ ക്യാഷ് സെയിൽ, ദ ക്യാഷ് സെയിൽ. ഇതാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഓപ്പണിംഗ് ബാലൻസ് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ക്യാഷ് സെയിൽ എങ്ങനെ 50% ആണ്. അപ്പൊ നോക്കുക, നമ്മൾ എവിടുന്ന തുടങ്ങുന്നത്, ജൂലൈന്റെ 50%. 1.70 50% പറഞ്ഞാൽ എത്ര, 1.70 85,000 ആണ്. ഓക്കെ, 80 160 1,60,000 അങ്ങനെ വരും. 2.30 ഇത് എത്ര വരിക, 2.30 എത്ര വരിക, 1,15,000 വരും. ഓക്കെ, 2.50 എത്ര വരും, 1,25,000 വരും. ഇതാണ് ഓരോതിന്റെയും ക്യാഷ് സെയിൽ. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാണ്. ഞാൻ താഴോട്ട് കാണിക്കാം എങ്ങനെ കിട്ടിയതെന്ന്. ഇതാ വരുന്നുണ്ടോ ക്യാഷ് സെയിലൂടെ, 85 1.15 1.25 നമ്മൾ എഴുതിയത് അവിടെ കാണാൻ പറ്റും. 85 1.15 1.25. ഇനി കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് നല്ലപോലെ ശ്രദ്ധിക്കുക. ഡെറ്റേഴ്സിന് എത്ര പീരീഡാ കൊടുത്തത്, 1 month പീരീഡാ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കുക, 50% എവിടെത്, 50% ആണ്. അപ്പൊ നമുക്ക് ജൂലൈയിൽ കളക്ഷൻ ഏത് മാസത്താ കിട്ടുക, ഇവിടുത്തെ കിട്ടും. അപ്പൊ ഫസ്റ്റ് മാസം 90,000 വരും. ഏത് മാസത്തിന്, ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ തന്നെ. ജൂലൈ ഇങ്ങനെയല്ലേ വരുന്നത്, ഇത് 90,000. ജൂലൈ ഓഗസ്റ്റ് അതുകൊണ്ട് മാറി. 1.80 90,000. രണ്ടാമത്തത്, അപ്പൊ ജൂലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ കളക്ഷൻ എത്ര എടുക്കും, ഈ മാസത്തിന്റെ തന്നെ എടുക്കുക. അപ്പൊ ഇവിടെ 90,000 വരിക. മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 9.80 പകുതി. ഇനി ഓഗസ്റ്റിൽ ഏതാ, ഇതിന്റെ പകുതി. അപ്പൊ ഇതിന്റെ പകുതി എത്ര, 1.70 പകുതി എത്ര, 85,000. ഇനി സെപ്റ്റംബറിൽ ഏതാ വരിക, 2.30 പകുതി 1.15 1,15,000. അപ്പൊ 90,000 85,000 1.15 1 month പീരീഡ് ആയതുകൊണ്ടാണ് 90,000 85,000 1.15. ഓക്കെ, ക്ലിയർ ആണോ? റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ആണോ അല്ലേ? എല്ലാവരും കമന്റ് ചെയ്യും. യെസ്, ഓക്കെ. ഇനി ഒരു റെസിപ്റ്റും കൂടെ ഉണ്ട്. അത് ഇവിടെ ഡിവിഡന്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ 15,000. അത് സെപ്റ്റംബർ ആണ്. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്യുക, ഡിവിഡന്റ് കൊടുക്കുക 15,000. ഓക്കെ, ഇപ്പൊ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞതാണ് കേട്ടോ. ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്യാനായി 11 85 90 കൂട്ടിയിട്ട് നമുക്ക് എത്ര, 1,86,000. ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് നോക്കുക. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് പർച്ചേസ് അല്ലേ, പർച്ചേസിനായിട്ട് ക്രെഡിറ്റേഴ്സ് അല്ലേ വരിക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2 month ആണ്. ക്രെഡിറ്റേഴ്സ് അലൗഡ് ബൈ സപ്ലയേഴ്സ് എത്ര, 2 month ആണ്. അപ്പൊ നല്ല പോലെ ശ്രദ്ധിക്കുക. ജൂലൈയിൽ നമ്മൾ ഏതാ എഴുതുക, ജൂലൈയിലെ അതിൽ 2 മാസം മുന്നത്തെ എഴുതുക 90,000 എഴുതുക. ഓഗസ്റ്റിൽ ഏത് എഴുതുക, അതിന്റെ 2 മാസം മുന്നത്തെ 1.30 എഴുതുക. സെപ്റ്റംബർ ഏത് എഴുതുക, അതിന്റെ 2 മാസം മുന്നത്തെ 1.10 എഴുതുക. അപ്പൊ നമ്മൾ ഏതാ എഴുതുക, ഈ 3 സംഖ്യകൾ എഴുതുക. 90 1.30 1.10. എന്താണ് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. 90 വരുന്നില്ലേ നോക്ക്, 90 1.30 1.10. ഞാനിവിടെ വട്ടിട്ടതല്ലേ നോക്ക്, 90 1.30 1.10. ക്ലിയർ ആണെന്ന് വിശ്വസിക്കാണ്. ഞാൻ അടുത്തേക്ക് പോവാണ്. അടുത്തേക്ക് പോകേണ്ട എന്താണ്, അടുത്ത പോയിന്റ് എന്താ, വേജസ്. വേജസിന് എന്താ പറഞ്ഞത് നോക്ക്. വേജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫോളോയിങ് മന്ത്. അത് അപ്പം ഏപ്രിലത്തെ എന്നാ കൊടുക്കുക, ഏപ്രിലത്തത് മെയിൽ കൊടുക്കും. ഇത് 1 month ക്രെഡിറ്റ് പീരീഡ് പോലെ തന്നെ അതിനെ കാണാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് മന്ത് കൊടുക്കും അങ്ങനെ ആവുമ്പോ. ഓക്കെ, 1 month ക്രെഡിറ്റ് പീരീഡ് ഇല്ല, 1 day ഉള്ളൂ. പക്ഷെ എന്താണ്, അടുത്ത മാസമല്ലേ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ വേജസ് നോക്കുക, ജൂലൈയിലല്ലേ തുടങ്ങുന്നത്.
അപ്പൊ ഒരു മാസത്തെ മുന്നത്തെടുക്കാം 33, 28, 35 വരും. ഇങ്ങനെ വരിക 33, 28, 35 അങ്ങനെ തന്നെയല്ലേ ഇവിടെ എഴുതി നോക്ക്. 33, 28, 35 വേജസ്. നമ്മൾ എടുത്തത് മാത്രം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, എടുത്തത് മാത്രം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തു, ഇതും ചെയ്തു. വേജസ് അല്ലേ നമുക്ക് അടുത്തുണ്ടായിരുന്നത്, അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വേജസ് എടുത്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. വേജസ് എടുത്തതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. കാരണം നെക്സ്റ്റ് മന്ത് 1-ാം തീയതി കൊടുക്കുക എന്ന് പറഞ്ഞാലും ആ കൊടുക്കണ ഏത് മാസാ? ഏപ്രിലത്തെ മെയ്യിലേ കൊടുക്കുള്ളൂ, മെയ്ത്തെ ജൂണിലേ കൊടുക്കുള്ളൂ, ജൂലൈയിലേ കൊടുക്കുള്ളൂ, ജൂലൈത്തെ സെപ്റ്റംബറിലേ കൊടുക്കുള്ളൂ. അല്ല, ജൂലൈത്തെ ഓഗസ്റ്റിലേ കൊടുക്കുള്ളൂ, ഓഗസ്റ്റിലെ സെപ്റ്റംബറിലേ കൊടുക്കുള്ളൂ. ഓക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്ക് ഓവർ ഹെഡ്സ് ഉണ്ട്. ഓവർ ഹെഡ്സ് അല്ലെ? ഓവർ ഹെഡ്സിന് എന്താ പറഞ്ഞത്? ഓവർ ഹെഡ്സ് 25% സെറ്റിൽ ചെയ്യുന്നത് ഇൻ ദ ഫോളോയിങ് ദർ ഇൻസിഡൻസ്. 25% നടന്നതിന്റെ പിന്നെയാണ്. അതായത് ഞാൻ ഓവർ ഹെഡിന്റെ കാൽക്കുലേഷൻ ഇവിടെ സ്പെസിഫിക്കലി ഒന്ന് കാണിക്കാം. ഓക്കെ, ഓവർ ഹെഡ് നമുക്ക് ഏതൊക്കെ മാസം? നമുക്ക് ജൂലൈ തെറ്റല്ലേ ഇതടാ തുടങ്ങുന്നത്? ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്. ഓക്കെ, അപ്പം രണ്ട് കാൽക്കുലേഷൻ ഉണ്ട്. ഒന്നെന്താ? 25% ഓഫ് ഓവർ ഹെഡ് ക്യാൻ ബി സെറ്റിൽഡ് ഇൻ ദ ഫോളോയിങ് ദർ ഇൻസിഡൻസ്. അത് നടന്നിട്ട് പിറ്റത്തെ മാസേ കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാൽക്കുലേഷൻ നല്ല പോലെ എടുക്കുക. രണ്ട് സാധനം ഇവിടെ വരും. ഒന്നെന്താ? 25% ഓഫ് പ്രീവിയസ് മന്ത്, PM ഇടുന്നുണ്ടോ? പ്രീവിയസ് മന്ത്. അതുപോലെ തന്നെ 75% ഓഫ് കറണ്ട് മന്ത്. ഓക്കെ, ഈ പറഞ്ഞത് ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കാം. എന്താ പറഞ്ഞേ? 25% ഓഫ് ഓവർ ഹെഡ് ക്യാൻ ബി സെറ്റിൽ ഇൻ ദ മന്ത് ഫോളോയിങ് ദർ ഇൻസിഡൻസ്. അപ്പൊ ജൂലൈ മാസത്തിൽ സെറ്റിൽ ചെയ്യുക 25%. ഒന്ന് ശ്രദ്ധിക്കുക, ജൂൺ മാസത്തെ 25% ജൂലൈയിലാണ് സെറ്റിൽ ചെയ്യുക. ജൂലൈ മാസത്തെ 25% ഓഗസ്റ്റിലാണ് സെറ്റിൽ ചെയ്യുക. ഓഗസ്റ്റ് മാസത്തെ 25% സെപ്റ്റംബറിലാണ് സെറ്റിൽ ചെയ്യുക. ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? 25%ന്റെ കാര്യം ക്ലിയർ ആണോ എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. അതായത് ഈ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ വായിക്കാം. 25% ഓഫ് ഓവർ ഹെഡ് ക്യാൻ ബി സെറ്റിൽഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദെയർ ഇൻസിഡൻസ്. ഓവർ ഹെഡ് നടന്നതിന് ശേഷമുള്ള അടുത്ത മാസമാണ് 25% സെറ്റിൽ ചെയ്യുക. അപ്പൊ ബാക്കി 75% സെറ്റിൽ ചെയ്യുക ആ കറണ്ട് മന്തിൽ തന്നെ സെറ്റിൽ ചെയ്യും. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ജൂൺ മാസത്തെ 25% അപ്പൊ സെറ്റിൽ ചെയ്യും, ജൂലൈയിൽ സെറ്റിൽ ചെയ്യും. ജൂലൈ മാസത്തെ ഓവർ ഹെഡ് എക്സ്പെൻസിന്റെ എമൗണ്ട് എപ്പോ 25% എപ്പോ സെറ്റിൽ ചെയ്യും? ഓഗസ്റ്റിൽ സെറ്റിൽ ചെയ്യും. ഓഗസ്റ്റിൽ 25% എപ്പോ സെറ്റിൽ ചെയ്യും? സെപ്റ്റംബറിൽ സെറ്റിൽ ചെയ്യും. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. 75% എപ്പോ സെറ്റിൽ ചെയ്യും? ജൂണിലെ 75% ജൂണിൽ തന്നെ സെറ്റിൽ ചെയ്തു. ജൂലൈത്തത് ജൂലൈയിൽ തന്നെ 75%, ഓഗസ്റ്റിലത്തെ 75%. ഇനി കാൽക്കുലേഷൻ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത് എന്നുള്ളത്. എന്നിട്ട് കാൽക്കുലേഷനും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നമ്മൾ എന്താ ഓവർ ഹെഡ് അല്ലേ? ഓവർ ഹെഡ് അപ്പൊ ജൂൺ മാസത്തെ ഓവർ ഹെഡ്, ജൂൺ മാസത്തെ 25% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. 34,000ന്റെ 25%. 34,000ന്റെ 25%. 8,500. 8,500. ഓക്കെ. ഇനി ഈ 38,000ന്റെ 75% കാൽക്കുലേറ്റ് ചെയ്തേ. $28,500 ഉറപ്പെടുത്തിട്ടോ? 28,500. ഓക്കെ. അപ്പൊ ഈ രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോ 37,000 വരും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 37,000 ഇവിടെ വന്നിണോ നോക്ക്. 37,000 വന്നാണ്, കണ്ടല്ലോ. എങ്ങനെ ചെയ്തത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എന്താ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ജൂലൈ മാസത്തിൽ എടുക്കാൻ ജൂണത്തെ 34,000ന്റെ 25% എടുത്തു. അത് നമ്മൾ കണ്ടെത്തിയ എത്ര? 8,500. ആ 8,500 ഞാൻ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? 8,500 എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തെന്താ ചെയ്തത്? ജൂലൈയിലുള്ള 38,000ന്റെ 75% എടുത്തു. അത് എത്ര? 28,500. ആ 28,500 ഞാൻ എന്ത് ചെയ്തു? 28,500 ഇവിടെ എഴുതി. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 37,000 വരും. ഓക്കെ.
ഇനി നമ്മൾ ഓഗസ്റ്റിൽ ശ്രദ്ധിക്കുക, ഓഗസ്റ്റിൽ ജൂലൈത്തെ 25% എടുക്കണം. കാരണം എന്താ, ജൂലൈത്തെ ഫുൾ എമൗണ്ടിന്റെ 75% അവിടെ സെറ്റിൽ ചെയ്തതാണ്. ഓഗസ്റ്റിലാണ് ബാക്കി 25% സെറ്റിൽ ചെയ്യുക. അപ്പൊ ഇനി ഓഗസ്റ്റിത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഓഗസ്റ്റിലെ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓഗസ്റ്റിൽ ഓവർ ഹെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓഗസ്റ്റ്, ഇതല്ലേ ഓഗസ്റ്റ്, ഓഗസ്റ്റിന് നേരെ 40 ഓഗസ്റ്റിൽ വരിക. എനിക്കിതേ ഓർഡർ തെറ്റുന്ന പോലെ തോന്നുന്നുണ്ട്, നേരത്തെ അങ്ങനെ വന്നു. ഓക്കെ, 40,000 ഓഗസ്റ്റിലെ എമൗണ്ട്. പക്ഷേ ആദ്യം 38,000 25% കാൽക്കുലേറ്റ് ചെയ്യും. 38,000 3,800 3,800 3,800 9 9 9 വേണ്ട 3,800 9,500. യെസ്, 9,500. ഈ 9,500ഉം 40,000 75%, 40,000 75% കാൽക്കുലേറ്റ് ചെയ്തേ. 28 28ഉം 32 അറിയില്ല, ഒന്ന് ഉറപ്പിച്ച് പറയും. 40,000 75% ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. 30,000 ആണ്. 30,000, 30,000. അപ്പൊ ഇവിടെ 9,500ഉം ഈ 30,000 39,500 വരും. കാൽക്കുലേഷൻ 39,500 ആണോ? ഇതാ കണ്ടോ, 39,500. അപ്പൊ എങ്ങനെ കിട്ടിയത്? നമ്മള് മുൻപത്തെ മാസത്തെ 9,500 ഇവിടെ എഴുതി. അതായത് ഇവിടുത്തെ 28,500 ബാക്കിയാണ് ആ 9,500. ആ 9,500ഉം ഈ മാസത്തിന്റെ 30,000 75% കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 39,500 എടുത്തു. ഇനി നോക്കുക അടുത്ത മാസത്തേക്ക്, സെപ്റ്റംബറിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കുക. സെപ്റ്റംബറിലേക്ക് വരുമ്പോ ഏതാ, സെപ്റ്റംബറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബറത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സെപ്റ്റംബറത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 25% വേണം. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എത്ര? 10,000 ആണ്. കാരണം നമ്മൾ നേരത്തെ 30,000 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചില്ലേ, 10,000 ആണ്. പിന്നെ 44,000 75%, 44,000 75%. 33,000. 33,000. 33,000. അപ്പൊ രണ്ടും കൂടെ ഇടയുമ്പോ 43,000 വരും. 43,000 വരും. ഈ 43,000 ഇവിടെ ഉണ്ടോ നോക്ക്, 43,000 ഇവിടെ ഉണ്ട്. അപ്പൊ 43,000 നമ്മൾ ഇവിടെ 10,000 ഇവിടെ എന്ത് ചെയ്യുക, 33,000 ചേർത്തിട്ട് 43,000 കാൽക്കുലേഷനിൽ ഇടുക. ഓക്കെ, അങ്ങനെ ആ സംഖ്യ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. 43 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ നോക്കുക. ഇവിടെ ഉള്ള എല്ലാം കഴിഞ്ഞു. ഇനി പ്ലാന്റിന്റെ കാര്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടില്ല. പ്ലാന്റ് നമുക്ക് എടുക്കാണ്ട്. പ്ലാന്റ് 50,000 രൂപ ഉണ്ട്. ഓഗസ്റ്റിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അവിടെ 20% ഡെലിവറി സമയത്ത് കൊടുക്കണം. അപ്പൊ ബാക്കി സംഭവം ഇവിടെ, ബാക്കി എപ്പോ കൊടുക്കണം നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ 20% കണ്ടാൽ മതി. 10% 5,000, 20% 10,000. അപ്പൊ ഓഗസ്റ്റിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ എമൗണ്ട് കൊടുക്കണം. ഓഗസ്റ്റ് നോക്കുക. ഓഗസ്റ്റിൽ പ്ലാന്റിന്റെ വില ഇതാ, പ്ലാന്റിന്റെ പർച്ചേസ് 10,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ അല്ലേ? ഓക്കെ ആണോ അല്ലേ? പറ. ഓക്കെ. ബാക്കി ബാക്കി എപ്പോഴാ കൊടുത്ത്? ബാക്കി കൊടുത്ത് ഒന്നെങ്കിൽ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും. അത് നമ്മുടെ ബജറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മന്ത് കൊടുക്കണമെന്നോ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടൊക്കെ ഉള്ള അവസ്ഥ എന്താ, 25% സെറ്റിൽ ചെയ്തത് നെക്സ്റ്റ് മന്താന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഈ മന്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെയിലി ബിസിനസിന്റെ റണ്ണിങ് സാധനമല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഇതിനൊരു പക്ഷെ അഡ്വാൻസ് ആവാം, എന്തോ ആവാം, നമുക്ക് ഡീറ്റെയിൽ ഇല്ല. ഇനി നമുക്ക് എന്താ, ടാക്സ് എമൗണ്ട് 25,000 എന്ത് ചെയ്യണം, സെപ്റ്റംബറിൽ കൊടുക്കണം, 1-ാം തീയതി കൊടുക്കണം. അപ്പൊ സെപ്റ്റംബറിൽ ടാക്സിന്റെ എമൗണ്ട് ഒരു 25,000 ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ഇതോടുകൂടി എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പണിംഗ് ബാലൻസസ് വരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1,86 വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ട്, 1,60 വരുന്നുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് എത്രയാണ്, 26,000. ആ 26,000 നമ്മൾ എന്ത് ചെയ്യുക, ആ 26,000 നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ഇനി ഈ എമൗണ്ടുകളെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2,26 കിട്ടും. അത് നമ്മുടെ ടോട്ടൽ റെസിപ്റ്റ് ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,750 കിട്ടും. 2,07,500. ഡിഫറൻസ് 18,500. ആ 18,500 നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. 18,500 എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 2,73,500 കിട്ടി. ആ 2,73,500 അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയിട്ട് 2,13 കിട്ടി. 2,73,500 2,13 കുറച്ച 60,500 വരും ആൻസർ. ഓക്കെ ആണോ അല്ലേ? യെസ്.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ലപോലെ വർക്കൗട്ട് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇതിൽ ഇനി പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ്. ഒരു തവണ ബജറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ 4-5 ക്വസ്റ്റ്യൻ പേപ്പർ 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഒരു തവണ പ്രോബ്ലം കണ്ടിട്ടുള്ളൂ. അത് എസ് എ ആയിരുന്നു. ഇനി ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ മാർക്കിന് എവിടെയും ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആകെ ക്യാഷ് ബജറ്റ് അല്ലേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ കടന്നുറങ്ങാം.